കരിമ്പയിലെ ദാരുണമായ വാഹന അപകടം. മരണപ്പെട്ട 4 കുട്ടികളിൽ വീടില്ലാത്ത റിദ ഫാത്തിമയുടെ കുടുംബത്തിന് വീടൊരുക്കാൻ സുമനസ്സുകൾ സന്നദ്ധത അറിയിച്ചതായി ജീവകാരുണ്യ പ്രവർത്തകൻ നാസർ മാനു. കരിമ്പനക്കൽ അബ്ദുൽ ഹാജി വീടിനാവശ്യമായ 3 സെന്റ് സ്ഥലം സൗജന്യമായി നൽകും. സഹൃദയരുടെ കാരുണ്യത്തോടെ വീട് പൂർത്തീകരിക്കും. വളരെ ദുഃഖത്തോടെയാണ് നമ്മള് ആ കുഞ്ഞു മക്കളെ ദുരന്ത വാർത്ത കേട്ടത്. ഒരുപാട് സങ്കടം തോന്നി. വീട്ടിൽ നിന്ന് സത്യം പറഞ്ഞാൽ മനസ്സിൽ കരഞ്ഞു കുറച്ചിനോട് ആ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മനസ്സൊരുക്കിയിട്ട് 4 വീട് സന്ദർശിച്ചു. അൽഹംദുലില്ലാ. അതിലുള്ള സങ്കടം എന്ന് വെച്ചാൽ ഈ പറയപ്പെട്ട റിദ ഫാത്തിമാന്റെ വീടാണ് ഏറ്റവും വലിയ. അവരാണ് വാടക വീട്ടിലുള്ളത്. ആ ഉപ്പ നിത്യരോഗിയാണ്, ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, ഒരുപാട് കടത്തിലാണ്. അപ്പൊ ആ കുടുംബത്തിന്റെ അവസ്ഥ ബഹുമാനപ്പെട്ട നാസർഖാനെ മറക്കാനില്ല. നാസർക്ക് ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറി കൂടിയാണ്. ഒരു സ്ഥാനത്തിന്റെ വകുപ്പിലല്ല അദ്ദേഹത്തിന്റെ പ്രവൃത്തി കണ്ടത്. അത്രയും നന്മയുള്ള മനസ്സിന്റെ ഉടമസ്ഥനാണ് ബോധ്യായി. അപ്പൊ അദ്ദേഹമാണ് ഈ വിഷമം നേരത്തെ വിളിച്ചു അഷഫ് ഖാനോട് പറഞ്ഞു. അഷഫ് ഖാൻ എന്നോട് വിവരം അറിയിച്ചു. അത് പ്രകാരം ഞങ്ങൾ കാര്യങ്ങൾ ചർച്ച ചെയ്തു. അൽഹംദുലില്ലാ. അവർക്ക് ഇൻഷാ അല്ലാഹ് നാളെ രജിസ്ട്രേഷനുള്ള പരിപാടി നടത്തുന്നുണ്ട്. അതൊരാഴ്ച കൊണ്ട് രജിസ്റ്റർ കഴിഞ്ഞാൽ ഞങ്ങൾ ഒരാഴ്ച കൊണ്ട് തന്നെ അടുത്ത ആഴ്ച വർക്ക് തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ ഈ വിവരം കിട്ടിയ പാടന്നെ ബഹുമാനപ്പെട്ട കുറ്റൂർ അബ്ദുറഹ്മാൻ ഹാജി പറഞ്ഞ മനുഷ്യസ്നേഹിയുണ്ട്, ബനിയാസ് സ്പീക്കിന്റെ ഹാജിക്കാക്ക് ഞാൻ വോയിസ് ഇട്ടു. ഹാജിക്കാക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നമുക്ക് വീട് നിർമ്മാണത്തിൽ പങ്കാളിയായി കൂടെ വെച്ചു. മാന എന്ത് തീരുമാനം റെഡി. ബഹുമാനപ്പെട്ട ഓടമലുള്ള അദ്വൈജിക്ക പെരിന്തൽമണ്ണ ഓടമലുള്ള അദ്വൈജിക്ക നേരത്തെ എനിക്ക് വയനാട്ടിലെ വീട് നിർമ്മാണമായിട്ട് ഒരു സഹായം പ്രഖ്യാപിച്ചിരുന്നു. അത് ഞാൻ വീട്ടിൽ കൊടുന്നേരാന്ന് പറഞ്ഞിങ്ങനെ സമയം നീണ്ടുപോയത് ഈ ഒരു നല്ല കാര്യത്തിലേക്ക് ഉപയോഗിക്കാനായിരുന്നു. ഹാജിക്ക ഒരു 3 ലക്ഷം റുപ്യ എടുത്തു വെച്ചായിരുന്നു. അപ്പം ഹാജിക്കാനെ പറഞ്ഞ ആ 3 ലക്ഷം റുപ്യ നമ്മള് റിദ ഫാത്തിമ മോളെ ആഗ്രഹമാണ് ഈ സ്വന്തമായിട്ട് വാടകയില്ല ഒരു വീട്. മോള് പോയെങ്കിലും ആ ആഗ്രഹം നമുക്ക് സാധിപ്പിച്ചു കൊടുത്തൂടെ ഹാജിക്ക വെച്ചു. എന്റെ കുട്ടി എന്ത് പറഞ്ഞാലും എനിക്ക് സമ്മതം എന്നുള്ള വലിയ സന്ദേശം ആ മനുഷ്യനെ തന്നു. എന്റെ ഏട്ടന് റിവേറ വാട്ടറിന്റെ അലിമേരി എന്ന് പറഞ്ഞ എന്റെ ഏട്ടനും ഞാൻ വോയിച്ചിട്ട് ഏട്ടൻ ഒറ്റയടിക്കാനെ പറഞ്ഞ് ആ വീട് പണി ഏറ്റെടുത്തോ വേഗം പെട്ടെന്ന് പണി തുടങ്ങിക്കാണ്ട് ആ വീട് പൂർത്തീകരിച്ചു കൊടുക്കും എന്നുള്ള വലിയൊരു സ്നേഹത്തോടുള്ള സന്ദേശം ഏട്ടനും തന്നു. പിന്നെ ഞങ്ങളെ കേസ് കമ്മ്യൂണിറ്റിക്ക ഒരുപാട് കാര്യ പ്രവർത്തനത്തിന്റെ കൂടെ ചെയ്യുന്ന ആളാണ്. എദ്ദപ്പാക്ക കേസ് കമ്മ്യൂണിറ്റിയൊക്കെ കുഞ്ഞുട്ടിക്കാന്റെ എളാപ്പാന മോണ്ട് KC അബ്ദുൽ അസീസ് ഒരുപാട് നന്മ എന്ന മനുഷ്യനാണ്, അല്ലെങ്കിൽ പ്രവാസി. അദ്ദേഹത്തിന്റെ വിവരങ്ങൾ കുഞ്ഞുട്ടാക്കാക്ക് ഞാൻ കൊടുത്തപ്പോ അസീസ്ക തന്നൊരു വിവരം, അതിലേക്കുള്ള ജനാലും കത്തിലും അതിന്റെ പൊടികളൊക്കെ ഞാൻ ഏറ്റു. അതിന് ഉത്തരവാദിത്തം ഞാൻ ചെയ്തുതരാമെന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ ഒരുപാട് ഈ പ്രശ്നമല്ല. ഈ പറയപ്പെട്ട 4 വ്യക്തികളും, അതായത് എന്റെ ഏട്ടനായാലും കുറ്റൂർ അബ്ദുറഹ്മാൻ ഹാജിയാലും ഹാജിക്കായാലും ഒക്കെ 100 റെഡി. ഇനി ഞങ്ങൾ പണി തുടങ്ങേണ്ട ആ ഒരു ഭൂമി രജിസ്ട്രേഷന്റെ സാഹചര്യം മാത്രമേ നോക്കുള്ളൂ. 4 മാസം കൊണ്ടെങ്കിലും നമുക്ക് താക്കോല് കൊടുക്കണം. റിദ മോള് പരലോക ജീവിതത്തിൽ അവിടെ കിടന്ന് ദപ്പാക്കും കുടുംബ കുട്ടികളുടെ അനിയന്മാർക്കും വീടായല്ലോ എന്നുള്ള സന്തോഷത്തോടെ ജീവിക്കട്ടെ, സുഖത്തിൽ ആസ്വദിച്ച് ജീവിക്കട്ടെ. ആമീൻ. ഒക്കെ 4 മക്കൾക്കും വേണ്ടി ദുആ ചെയ്യുന്ന ഇങ്ങനത്തെ ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിൽ കാണാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. വീട് നിർമ്മാണത്തിലുള്ള അഡ്വാൻസ് ബഹുമാനപ്പെട്ട അദ്വൈജിക്ക പറഞ്ഞ സംഖ്യയുണ്ട് 3 ലക്ഷം. അതിൽ നിന്ന് 1 ലക്ഷം രൂപ ഇന്ന് ഞങ്ങൾ ബഹുമാനപ്പെട്ട നാസർ ഖാൻ ഏൽപ്പിക്കാനും അടുത്ത ആഴ്ച തന്നെ ഞങ്ങൾ ഇതിന്റെ വർക്ക് തുടങ്ങും. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പൂർത്തീകരിച്ച് ആ കുടുംബത്തിലേക്ക് താമസം മാറട്ടെ ഒക്കെ പ്രാർത്ഥന ഉൾപ്പെടുത്തണം.